സംഖ്യ 2 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോട് മഹരോനോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്ര മുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമന കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കുകയും വേണം. അമ്മീനാദാബിന്റെ മകൻ നഖ്ഹോഷന്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 74,500 പേർ, അന്ന് 500 പേർ. അതിനടുത്ത് സുവാഹിന്റെ മകൻ നെത്തനാലിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബാദിന്റെ നേതൃത്വത്തിലുള്ള സെബലൂൺ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദയുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിന്റെ മകൻ എലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്ക് ഭാഗത്ത് പാളയം അടിക്കണം. അവന്റെ സൈന്യത്തിൽ 46,600 പേർ. അതിനടുത്ത് സുരിഷതരായുടെ പുത്രൻ ഷെംലൂമിന്റെയും നേതൃത്വത്തിലുള്ള ഷിമയോൻ ഗോത്രം. അവന്റെ സൈന്യത്തിന്റെ 59,300 പേർ. അതിനപ്പുറം റവുവയിലെ പുത്രൻ എലിയാസഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവന്റെ സൈന്യത്തിൽ 45,550 പേർ. റൂബൻ പാളയത്തിലാകെ 1,89,180 പേർ. അവരാണ് രണ്ടാമത്തെ പുറപ്പെട്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമന കൂടാരം കൊണ്ടുപോകണം. കൂടാരം പഠിക്കുമ്പോഴെന്ന പോലെ പതാകയോടടുത്ത് ക്രമം അനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമിഹൂറിന്റെ മകൻ എലീഷായുടെ നേതൃത്വത്തിലുള്ള ഹെഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളം അടിക്കണം. അവന്റെ സൈന്യത്തിൽ 44,500 പേർ. അതിനടുത്ത് പെദഹസൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മാനസ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 30,500 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ അബിദാനിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 36,500 പേർ. എഫ്രൈം പാളയത്തിൽ ആകെ 1,80,700 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമിഷാദയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്കും കീഴിൽ വടക്ക് ഭാഗത്ത് പാളയം അടിക്കണം. അവന്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള അഷേർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനപ്പുറം ഏനാനിന്റെ മകൻ അഹിവയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിൽ ആകെ 1,87,500 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമം അനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കാണപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെയും പാളയം അടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. യജമാനൻ നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.